ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 28 ഞായറാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ കട പ്രവർത്തിക്കുകയുമില്ല. അപ്പോൾ റേഷൻ വിഹിതങ്ങൾ നാളെ വാങ്ങാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസമാണ് ഔദ്യോഗികമായി മാർച്ച് മാസത്തെ റേഷനും ഭക്ഷ്യവിഹിതങ്ങളും വാങ്ങാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ 3 ദിവസം തന്നെ പോയി വാങ്ങാൻ ശ്രമിക്കുക. പിന്നീട് എത്ര ദിവസം നീട്ടി നൽകുമെന്ന് അറിയില്ല. ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്പെഷ്യൽ അരിയുടെ വിതരണം തടഞ്ഞു വെച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3 ആഴ്ച പൂഴ്ത്തിവെച്ച അരി തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ആഴ്ച വിതരണം ചെയ്യുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ഇത്തരമൊരു നടപടി ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. അപ്പോൾ ആ അരി നഷ്ടപ്പെടുകയില്ല. അത് ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ തടഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റ് അത് വിഷു കിറ്റായതുകൊണ്ട് നേരത്തെ മാർച്ച് അവസാനം തന്നെ വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം. അതിനെതിരെയും പരാതിയുണ്ട്. ഇനി അത് ഏപ്രിൽ 1 മുതലാണ് അതിൻ്റെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയാണ് റേഷൻ സംബന്ധമായിട്ട് അറിയിക്കാനുള്ളത്. മറ്റൊരു അറിയിപ്പ് ഇന്നത്തെ സ്വർണ്ണവിലയാണ്. സ്വർണ്ണത്തിന് 160 രൂപ കൂടിയിരിക്കുകയാണ്. ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില 33,520 രൂപയാണ്. പവന് ഗ്രാമിന് 4,190 രൂപയുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, 45 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കോവിഡ് വാക്സിൻ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുകയാണ്. രാജ്യത്ത് കോവിഡിൻ്റെ 2ാമത് വ്യാപനം കണക്കിലെടുത്താണ് ഇത് വേഗത്തിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനം. ഒരു ദിവസത്തിൽ സംസ്ഥാനത്ത് 1.5 ലക്ഷം ആളുകൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കുള്ള ഒരു സംശയത്തെക്കുറിച്ചിട്ടാണ്. പെൻഷൻ്റെ വിതരണം 25-ാം തീയതി ആരംഭിച്ചിരുന്നു. അക്കൗണ്ടുകളിൽ എത്തുന്ന ആളുകൾക്കായിരുന്നു 25-ാം തീയതി ആരംഭിച്ചത്. അത് 1,500 രൂപ മാത്രമാണ് അവർക്ക് കയറിയത്. 3,100 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പല ആളുകളും അത് തെറ്റിദ്ധരിച്ച് ബാക്കിയുള്ള തുക ഇപ്പോൾ ഇല്ലേ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വിതരണം ഇനി അത് 2ാമതൊരു ഗഡുവായിട്ടാണ് കയറുക. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയറുന്നതായിരിക്കും. ഇനി കയ്യിൽ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് 3,100 രൂപ അത് രണ്ടും ഒരുമിച്ചായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവായ വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.